സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അതാണ് നമ്മുടെ UDF ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതി. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് വന്ന പദ്ധതിയാണ് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. KSRTC ബസ്സിൽ സൗജന്യ യാത്ര. എല്ലാ ദിവസവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലോകത്ത് ലഭിക്കുന്ന സാലറി, അവസരങ്ങൾ എല്ലാം തുല്യമായിരിക്കണമെന്ന് കൊട്ടിഘോഷിക്കുകയും അതിനുവേണ്ടി പോരടിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ള ഈ ലോകത്ത് സ്ത്രീകൾക്ക് വേറൊരു നിയമം, പുരുഷന്മാർക്ക് വേറൊരു നിയമം. സ്ത്രീകൾ പണം മുടക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാം, പുരുഷന്മാർക്ക് പണം മുടക്കി യാത്ര ചെയ്യണം. ഇക്വാലിറ്റി എന്ന് എല്ലാവരും വിളിച്ചു പറയും. പക്ഷേ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഇക്വാലിറ്റി ആണോ ഇവിടെ നടക്കുന്നത്? ഓക്കെ, ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറയാം. വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും അവർക്ക് വീട്ടിൽ സാമ്പത്തികമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ സൗജന്യമായി യാത്ര ചെയ്യുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. അതേ സ്ഥാനത്ത് 1-2 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന, എങ്കിൽ അതിലും കൂടുതൽ ആസ്തിയുള്ള, അതിലും കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ഒരു സ്ത്രീ സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ അവരുടെ ടാക്സ് മണി, അല്ലെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അവരുടെ മണി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല സിസ്റ്റത്തിൽ, സമൂഹത്തിൽ, സൊസൈറ്റിയിലോട്ട്. ലക്ഷങ്ങൾ സാലറി വാങ്ങിയ ഒരു സ്ത്രീയും ഫ്രീ ആയി യാത്ര ചെയ്യുന്നു. അരഗതിയും പരഗതിയും ഇല്ലാതെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തൊരു സ്ത്രീയും ഫ്രീ ആയി യാത്ര ചെയ്യുന്നു. ആ സ്ത്രീയോട് എനിക്കൊരു വിരോധവും എനിക്കില്ല. അവർക്കത് ദേ ഡിസേർവ് ഇറ്റ്. മറ്റെടുത്തോ, നമ്മുടെ ലോകത്ത് ഇനക്വാലിറ്റി പല രീതിയിലുണ്ട്. ഫൈനാൻഷ്യൽ ഇനക്വാലിറ്റി ഉണ്ട്, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ പല ആൾക്കാരും ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ സംസാരിക്കാറുണ്ട്. കാസ്റ്റിസം, സെക്സിസം, അതുപോലെ ഓരോരുത്തരുടെ ജീവിത ശൈലികൾ, ലാംഗ്വേജ്, റേസ്, കൺട്രി, നാഷണാലിറ്റി, അങ്ങനെ പല രീതിയിൽ ഇനക്വാലിറ്റി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പലരും കണ്ണടയ്ക്കുന്ന ഇനക്വാലിറ്റിയാണ് ഫിനാൻഷ്യൽ ഇനക്വാലിറ്റി എന്ന് പറയുന്നത്. പണമുള്ളവർക്ക് മറ്റൊരു നിയമങ്ങളും മറ്റൊരു ജീവിത സാഹചര്യങ്ങളും, പണമില്ലാത്തവന് ചില നിയമങ്ങൾ അവന് ബാധകമാണ്, മറ്റവന് ബാധകമല്ലാത്തത് ഇവന് ബാധകമാണ്. അവന് ഊരിപ്പോരാൻ പറ്റത്തില്ല, അവൻ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതല്ല, കഷ്ടപ്പെടുന്നൊരുത്തനാണ്. ഇപ്പോൾ ഞാൻ ഓർത്തെടുക്കുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് പറയുന്നൊരു കാര്യമായിരുന്നു. എന്നും കൂലിപ്പണിക്ക് പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത ഒരു കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അധ്യാപകൻ പറയും, മകനെ, നിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എന്നും കഷ്ടപ്പെടുന്നുണ്ട്, അവരൊരുപാട് കഷ്ടപ്പെട്ട് നിന്നെ പോറ്റി വളർത്തി വലുതാക്കുന്നുണ്ട്, നീ പഠിക്കണം എന്ന് പറയും. തൊട്ടപ്പുറത്ത് അച്ഛനും അമ്മയും ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയോടും പറയും, നിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയും. യൂഷ്വലി എവരിബഡി ഈസ് വർക്കിംഗ്, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് ആൻഡ് സ്ട്രഗിളിങ്. ഒരാളുടെ വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുവാണ്, അവർ സർവൈവ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്. അതർ ഗൈസ് ഫാമിലി, ദേ ആർ ജസ്റ്റ് വർക്കിംഗ് മാൻ. അവരെന്നും അവരുടെ ജോലി ചെയ്യുന്നു, ദേ ആർ ഏണിങ്. ലിസൺ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരാൾക്കോ 2-3 ലാക്ക് സാലറി അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ട്. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അതിലേക്കാളും കുറവാണ്. നിങ്ങൾ ഏൺ ചെയ്യുന്ന മണിയേക്കാളും നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. നിങ്ങളുടെ നിങ്ങൾ ചിലവാക്കുന്ന പൈസ, ഒരു മാസം ചിലവാക്കുന്ന പൈസയും കുറവാണെന്നുണ്ടെങ്കിൽ ബ്രോ, യു ആർ റിച്ച്. യു ആർ റിച്ച്. യു ഗോട്ട് അക്സെപ്റ്റ് ദാറ്റ് യു ആർ റിച്ച്. യു കാൺട്ട് പ്ലേ വിക്ടം. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. യു ആർ ജസ്റ്റ് വർക്കിംഗ് മാൻ. യു ജസ്റ്റ് വർക്കിംഗ്, യു ആർ റിച്ച്. ഇപ്പോൾ ഈ ഒരു നിയമം വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിസർവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഡിസർവ് ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരാളുടെ സാമ്പത്തിക, അത് എനിക്കിപ്പോഴും മനസ്സിലത്തെ കാര്യമാണ്. എല്ലാ തരത്തിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ ആൾക്കാരുടെ കറണ്ട് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അവർക്ക് എന്തുകൊണ്ട് ആനുകൂല്യം അനുവദിച്ചുകൂടാ? ഒരാളിപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്, അവന് നിന്ന് തിരിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവന് കുറച്ച് ആനുകൂല്യങ്ങൾ താൽക്കാലികമായി അനുവദിച്ചു കൊടുക്കുക, അവൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടാൻ വേണ്ടി. അങ്ങനെ മെച്ചപ്പെട്ട് വരുമ്പോഴത്തേക്കും അത് പിൻവലിക്കുക, അപ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കുക. എന്തുകൊണ്ട് അത് ട്രൈ ചെയ്തുകൂടാ? പല രീതിയിൽ നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആൾക്കാരിലേക്ക്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയില്ല നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഈ ഒരു ഐഡിയ ചിന്തിച്ചുകൂടാ? ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ അതിൽ നിന്ന് കരകയറ്റാനായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ നോക്കുക. അപ്പോൾ ഇത്ര ഞാൻ പറയാൻ കാരണം ഈ ഒരു പുതിയ നിയമമാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആ ഒരു ഐഡിയ ആണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പുരുഷന്മാർക്ക് പൈസ കൊടുത്ത് തന്നെ യാത്ര ചെയ്യണം. അതിൽ സ്ത്രീകൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഫ്രീ ആയിട്ടുള്ള യാത്ര വരുന്നു. അപ്പോൾ ഡിസർവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അത് ഡിസർവ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അവിടെയല്ലേ ഇനക്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ശരിക്കും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റീനെ. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തെ കാര്യങ്ങളിലേക്ക് എത്തിയതും ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അതായത് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ കൊടുക്കുക.
അതിപ്പോഴും കിട്ടുന്നില്ല, പലർക്കും കിട്ടുന്നില്ല. അതായത് പല ആൾക്കാർക്കും പല സന്ദർഭങ്ങളിൽ പല അവസ്ഥയായിരിക്കും. ചിലർ ഒരു സമയത്ത് എല്ലാം ഉള്ളവരായിരിക്കും, ചിലപ്പോൾ ഒന്നുമില്ലാത്തവരായിരിക്കും. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാതെ അവനെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല?